ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന എൻക്വയറി, ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സമയമായോ, പ്രിപ്പയർ ചെയ്യേണ്ട സമയമായോ, ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും ഭേദഗതികൾ വരാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കുറേ അധികം എൻക്വയറീസ് നമ്മുടെ ടെലഗ്രാം സ്പേസിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ തവണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2020 കാറ്റഗറി നമ്പർ 211/2020. ഇപ്പോൾ PSC ആ കാറ്റഗറി നമ്പറിൽ ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തിയിരുന്നത് 2022 2023 ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് 44.67 ആയിരുന്നു. ഉയർന്ന മാർക്ക് ലഭിച്ച ആടെ മാർക്ക് എന്ന് പറയുന്നത് 82.33 ആയിരുന്നു. ഇതുവരെ 463 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 1051 ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായോ? ഇപ്പോൾ PSCയുടെ ഒരു റീസെൻറ്റ് ട്രെൻഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ PSC പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. എന്നിട്ട് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ കലണ്ടർ ഇയറിൽ തന്നെ PSC അതിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. ഒപ്പം എക്സാം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഒരു 4-5 മാസത്തിനുള്ളിൽ അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇൻ്റർവ്യൂ പോസ്റ്റിനൊക്കെ ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോഴും അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലിസ്റ്റ് നിലനിൽക്കുന്ന ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ പുതിയൊരു ലിസ്റ്റ് ഒരു ടൈം ഗ്യാപ്പ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ കുറേ അധികം ആളുകൾക്ക് വീണ്ടും ജോലി സാധ്യത ഒരു ഡിലേ ഇല്ലാതെ ലഭിക്കാൻ വേണ്ടിയാണ് PSCയുടെ പുതിയ ക്രമീകരണങ്ങൾ. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ കാലാവധി 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ നെക്സ്റ്റ് 2026 കലണ്ടറിൽ തന്നെ PSC ഇതിൻ്റെ എക്സാം നടത്തി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ അധികം വൈകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പഠിച്ചു തുടങ്ങാൻ സമയമായോ? അപ്പോൾ ഞാൻ അതിന് മറുപടി തരാം. അതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ എക്സാം ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ കഴിഞ്ഞ തവണ PSC എക്സാം നടത്തിയത് 2022 അപ്പോൾ 2022 നടത്തിയ എക്സാമിന് PSC കൃത്യമായിട്ട് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റേജ് അടങ്ങുന്ന ഒരു സിലബസ്. അപ്പോൾ ആ സിലബസ് 2015 PSC നടത്തിയ സെയിം എക്സാമിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ITA മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ട്രേഡുകൾക്ക് എഴുതാവുന്ന എക്സാം ആയിരിക്കെ തന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആയിരുന്നില്ല. കുറച്ചുകൂടെ ഡെപ്തിലായിരുന്നു ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ചോദിച്ചിരുന്നത്. അതിൽ കൂടുതലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ടോപ്പിക്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ എക്സാം ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യായിരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ് സിലബസിൽ ഒരു ട്വിസ്റ്റ് വന്നത്. അപ്പോൾ ആ അവസാന 3 മാസം കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ലഭിച്ചത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ട്രേഡുകളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് പൂർത്തിയാക്കിയവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ കാര്യമായിട്ട് ITA മെക്കാനിക്കൽ റിലേറ്റഡും ഇലക്ട്രിക്കൽ റിലേറ്റഡ് പൂർത്തിയാക്കിയവർക്കുള്ള അവസരം കുറച്ച് കുറഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പം ഈ സിലബസ് വീണ്ടും ഈ ഒരു സിലബസിലാണ് അടുത്ത എക്സാം വരുന്നതെങ്കിൽ നമുക്ക് ഉള്ള സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നല്ലാതെ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ലല്ലോ. ഇപ്പോൾ ITA ഉദ്യോഗാർത്ഥികൾ, ITA പൂർത്തിയാക്കിയ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ എക്സാമിൽ ഒരു എഡ്ജ് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമായി. കാരണം കഴിഞ്ഞ സിലബസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിലബസ് സെറ്റിങ്ങിലും ക്വസ്റ്റ്യൻ സെറ്റിങ്ങിലും കാര്യമായിട്ട് ഡെപ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസും ഒരു ടോപ്പിക്സും ഒക്കെ ആയിരുന്നു കവർ ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും എഡ്ജ് ലഭിക്കുന്നതായിരിക്കും. ഈ സിലബസ് എല്ലാം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാതെ കൂടുതൽ സമയമെടുത്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ഒരേപോലുള്ള എഡ്ജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും ഭേദഗതി വരാൻ ചാൻസ് ഉണ്ടോ? ക്വാളിഫിക്കേഷൻ്റെ ഭേദഗതി നമുക്ക് ഇപ്പോഴൊന്നും പറയാനൊക്കില്ല. അത് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കാതെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാര്യമായിട്ടുള്ള എഡ്ജ് ലഭിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ഒരു പോസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ഇടം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ നമ്മൾ ലോങ് ടൈം ബാച്ചും ക്രാഷ് ബാച്ചും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ അഭിമാനത്തോടെ പറയട്ടെ, ഒരു നല്ല ശതമാനം സ്റ്റുഡൻസ്, നല്ല ശതമാനം, ഓക്കെ, വളരെ അഭിമാനത്തോടെ പറയട്ടെ, നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്നും
റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അവർ അഡ്വൈസ് ലഭിച്ച് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു പുതിയ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം തന്നെ ബേസ് മുതൽ ഡെപ്ത് വരെ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. PSCയുടെ പുതിയ ചോദ്യ പാറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് കാണും. നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും മെൻറ്ററും കാണും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ല അഡ്വാൻറ്റേജ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. നല്ല ഒരു സാധ്യതയുള്ള പോസ്റ്റാണ്. കാരണം കഴിഞ്ഞ 1000ഓളം പേരെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം പകുതിയോളം ആളുകൾക്ക് ഇപ്പോൾ ജോലി ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു റൈറ്റ് ടൈമാണ്. ഈ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. അഡ്മിഷൻസിനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.